ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന ഡയബറ്റിക് അൾസർ അല്ലെങ്കിൽ ഡയബറ്റിക് ഫുഡ് ഡിസീസിലെ സീരീസിലെ അഞ്ചാമത്തെ ടോക്കാണ്. ഇതിനകത്ത് ഈ ടോക്കിൽ ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി എന്ന് പറയും. അതായത് നമ്മളൊരു വലിയ വൂണ്ടുണ്ട് കാലയിൽ, അത് അൾസറുണ്ട്, അല്ലെങ്കിൽ കരിയുന്നില്ല, കുറേ നാളായി നോൺ ഹീലിംഗ് ആയിട്ട് നിൽക്കുകയാണ്. പല ഡോക്ടർമാരെ കാണിച്ചു. നമ്മൾ ഡിബ്രൈഡ്മെൻറ്റ്, അതാണ് നെക്രോട്ടിഷ്യൂ എല്ലാം സ്മെല്ലടിക്കുന്ന എല്ലാ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റി ക്ലിയർ ചെയ്തു. എന്നിട്ട് നമ്മൾ പുതിയ ഡ്രസ്സിങ് സാധനങ്ങൾ ഉപയോഗിച്ച് ഡ്രസ്സ് ചെയ്തു. ഓഫ് ലോഡിങ് ആണെങ്കിൽ ഓഫ് ലോഡിങ് ചെയ്തു. അതിൻ്റെ വാസ്കുലർ അസസ്മെൻറ്റ് നടത്തി. ഇതെല്ലാം കഴിഞ്ഞു. കൾച്ചർ ആൻറ്റിബയോട്ടിക് പോയിട്ട് മുറിവ് കരിയുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം വലിയൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ ഓക്സിജൻ, അപ്പം നമ്മൾ ടിഷ്യൂ ഓക്സിജൻ നോക്കണം. അതിനൊരു പ്രത്യേക മെഷീൻസ് ഉണ്ട്. അല്ലെങ്കിൽ പൾസ് ഓക്സിമീറ്റർ വെച്ച് നമ്മൾ നോക്കിയാൽ അത് മിനിമം രീതിയിലുള്ള നോട്ടമാണ്. അപ്പോൾ പുതിയ മെഷീൻസൊക്കെ ഉണ്ട്. നമ്മൾ ടോഡ് ടിപ്പിൽ അല്ലെങ്കിൽ നമ്മളൊരു ആ മെഷീൻ വെച്ച് നോക്കുമ്പോൾ ഓക്സിജൻ സാച്ചുറേഷൻ എത്രയാണ് നോക്കും. ഓക്സിജൻ സാച്ചുറേഷൻ കുറവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി എന്ന് പറയുന്നത്, നമ്മൾ ആ കാലിൻ്റെ ഭാഗം നമ്മളൊരു ബാഗിൻ്റെ അകത്ത് ബാക്കി, അപ്പോൾ ഓക്സിജൻ ഹൈ കോൺസെൻട്രേഷൻ നമ്മൾ കൊടുക്കണം. അതൊരു കുറേ സമയം വെക്കണം. നമ്മൾ അരമണിക്കൂറായിട്ട് വെക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ 2-3 മണിക്കൂറൊക്കെ നമ്മൾ വെക്കണം. അത് ഹോസ്പിറ്റലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വീടുകളിൽ അതിൻ്റെ ഇച്ചിരി ഉപയോഗിക്കാൻ പാടാണ്. ഒന്ന് ഓക്സിജൻ സപ്ലൈ വേണം. 2 നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ബാഗ് പോലുള്ള സാധനം വേണം. അതിന് കുറച്ച് കോസ്റ്റ്ലിയാണ്. കാരണം അത് പ്രോപ്പറായിട്ടുള്ള പ്രഷറിൽ പ്രോപ്പറായിട്ട് അത് ലീക്ക് വരാതെ അപ്ലൈ ചെയ്താൽ മാത്രമേ ഇത് ഓക്സിജൻ നമുക്ക് കിട്ടുള്ളൂ. അത് നമ്മളിടയ്ക്ക് ഇൻഫ്ലേറ്റ് ചെയ്യാൻ വേണം. വീട്ടിൽ തന്നെയാണ് നമുക്ക് പ്രോപ്പറായിട്ട് അതൊരു ടെക്നിക്കൽ അതിനൊരു ടെക്നീഷ്യൻ അത് ഫിറ്റ് ചെയ്ത് കൊടുത്താലേ ശരിയാണ്. ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യും. ഹോസ്പിറ്റലിൽ ഡയബറ്റിക് ഫുഡ് ക്ലിനിക്കുകളിൽ ഇതേപോലെയുള്ള സാധനങ്ങളുണ്ട്. ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി ഉണ്ട്. നമ്മൾ അരമണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ വീടുകളിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ബാഗ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ, ഓക്സിജൻ നമുക്ക് ഹോൾഡ് ചെയ്യുന്ന ബാഗ് മേടിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ വൂണ്ടിനും ഒരെണ്ണം തന്നെ വേണ്ടി വരും. ഒരാൾ ഉപയോഗിക്കുന്നത് വീണ്ടും നമുക്ക് വേറെ ആൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് കോസ്റ്റ്, ഒരു 5,000-6,000 ഒക്കെ അതിന് വിലയുണ്ട്. അപ്പോൾ ആ ബാഗ് മേടിക്കാൻ നമുക്ക് സാധാരണ ഒരു ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് ഓക്സിജൻ തുറന്ന് വിട്ടാൽ അത് നിറയും. പക്ഷെ അത്രയും പ്രഷർ കാണില്ല. അപ്പോൾ ഇത് ഹൈപ്പർബാരിക്കാണ്. അപ്പോൾ ഇത് പ്രഷർ തെറാപ്പിയാണ്. അത് നമുക്ക് ഓക്സിജൻ, സാധാരണ നമുക്ക് ഓക്സിജൻ ചെറിയൊരു മുറിവുണ്ട്, അങ്ങോട്ട് വാസ്കുലാരിറ്റി, അങ്ങോട്ട് ബ്ലഡ് സപ്ലൈ കുറവാണ്, ഹീലിങ്ങിന് താമസം വരുന്നതാണ്. നമ്മൾ നോർമലായിട്ട് കുറച്ച് ഓക്സിജൻ ടിഷ്യൂന് കൊടുക്കാൻ പറ്റും, ഒത്തിരി വലിയ മുറിവല്ലെങ്കിൽ. അത് നമ്മൾ അതേപോലെ ഒരു ഫിറ്റിംഗ് ആളുടെ ബാഗുണ്ട്, നമുക്ക് ഓക്സിജൻ സിലിണ്ടറുണ്ട്, ഒരു ട്യൂബൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓക്സിജൻ. ഇതൊരു വലിയ, ഇപ്പം ഈ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പിയിൽ ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഡയബറ്റിക് ഫുഡ് ക്ലിനിക്കിലെ പോഡിയാട്രി ഭാഗത്താണ് ചെയ്യുന്നത്. കാരണം ഇതിന് പ്രത്യേക ബാഗ് വേണം, പ്രഷറിൽ ഓക്സിജൻ കൊടുക്കുന്ന സംവിധാനം വേണം. അത് ആരെല്ലാം സൂപ്പർവൈസ്ഡ് ആയിരിക്കണം. ഇടയ്ക്ക് നമ്മൾ ഹൈ പ്രഷർ കൊടുക്കുന്നതിന് ഇടയ്ക്ക് ഡീഫ്ലൈറ്റ് ചെയ്യണം. ഇടയ്ക്ക് അത് വീണ്ടും നമ്മൾ ഓക്സിജൻ കയറ്റാൻ അത് പ്രഷർ ലോഡ് ചെയ്യണം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം അങ്ങനെ പല ദിവസം നമ്മളങ്ങനെ ചെയ്യുമ്പോൾ ടിഷ്യൂ ഓക്സിജനേഷൻ ഇമ്പ്രൂവ് ചെയ്യുകയും വൂണ്ട് ഹീലിംഗ് പെട്ടെന്ന് തന്നെ അൾസർ ഹീലിംഗ് സഹായിക്കുകയും ചെയ്യും. മീൻവേൽ അതുകൂടാതെ നമ്മൾ പ്രോപ്പറായുള്ള കൾച്ചർ പ്രകാരം ആൻറ്റിബയോട്ടിക് കൊടുക്കണം. പ്രോപ്പറായ ഡീബ്രൈഡ്മെൻറ്റ് നെക്രോട്ടിഷ്യൂ എല്ലാം മാറ്റിയിരിക്കണം. കൂടാതെ നമ്മൾ ഡ്രസ്സിങ് മെറ്റീരിയലൊക്കെ പുതിയത് ഉപയോഗിച്ചിരിക്കണം. ഇതിൻ്റെ എല്ലാം കൂട്ടത്തിലാണ് നമുക്ക് ഗ്രാനുലേഷൻ ടിഷ്യൂ ഉണ്ടാകാൻ സാധിക്കും. കൂടാതെ നമ്മൾ PRP അല്ലെങ്കിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഗ്രാനുലേഷൻ ടിഷ്യൂ വന്ന്, അല്ലെങ്കിൽ ഒത്തിരി കുഴിവുണ്ട്, ഒത്തിരി ടിഷ്യൂ ലോസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ സ്കിൻ ഗ്രാഫ്റ്റ് വേണ്ടതാണ്, അല്ലെങ്കിൽ പുതിയ അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഇത് മാത്രം കൊണ്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ അസോസിയേറ്റുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ട് നമ്മൾ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ അഡ്മിറ്റാണ് പേഷ്യൻ്റ്, അപ്പോൾ എല്ലാ ദിവസവും കുറച്ച് സമയം നമ്മളിങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെ വൂണ്ട് ഹീലിങ്ങിന് സഹായിക്കും. അത് പുതിയ രീതിയിലുള്ള ഒരു അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റാണ്. അപ്പം അതിന് പ്രത്യേകമുള്ള സെൻറ്ററുകളിൽ മാത്രമല്ല, എല്ലാ ഹോസ്പിറ്റലും വേണമെന്നില്ല. ഒന്നാമത് പോഡിയാട്രി കാണും, അത് ഡയബറ്റിക് ഫുഡ് ചെയ്യുന്ന സർജൻസ് കാണും, അല്ലെങ്കിൽ ഡയബറ്റോളജിസ്റ്റ് കാണും. അപ്പോൾ അവരുടെ ക്ലിനിക്കുകളിൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ് റൂമിൽ അല്ലെങ്കിൽ അതിന് പ്രത്യേക സംവിധാനങ്ങൾ കാണും. അപ്പം ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി കുറച്ച് ചിലവേറിയതാണ്. അതിൻ്റെ ബാഗിന് നല്ല വിലയുണ്ട്. പിന്നെ ഓക്സിജൻ നമ്മൾ ഉപയോഗിക്കുന്നതിന് ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് വരും. പിന്നെ ഒരു ദിവസം കൊണ്ടോ ഒരു സിറ്റിംഗ് കൊണ്ടോ നടക്കുന്ന കാര്യമില്ല. നമ്മൾ പല ദിവസങ്ങളിൽ കുറച്ച് സമയം അതിനുവേണ്ടി ഇപ്പോൾ ഓക്സിജൻ തെറാപ്പിക്ക് സ്പെൻഡ് ചെയ്താൽ മാത്രമേ വൂണ്ട് കരിക്കാൻ പറ്റൂ. അത് നമ്മൾക്ക് വലിയ മുറിവിന് അപ്പം ഓക്സിജനേഷൻ കുറവുണ്ട്, ടിഷ്യൂ ഓക്സിജനേഷൻ കുറവുണ്ട്. അപ്പം നമുക്ക് ആൻജിയോഗ്രാം ചെയ്തിട്ട് അത് മെച്ചപ്പെടുത്താൻ പറ്റുന്നില്ല. നല്ല കൊളസ്ട്രോൾ പ്ലേക്ക് ഉണ്ട്, അത്യാവശ്യം നല്ല ഒക്ലൂഷനുള്ള വെസൽസാണ് താഴോട്ട് പൾസസ്. അപ്പം ടിഷ്യൂ ഡിജിറ്റൽ ഓക്സിജനേഷൻ കുറവുള്ള അങ്ങനെയുള്ള മുറിവുകൾക്കാണ് നമ്മൾ കൂടുതലായിട്ട് ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മുറിവുകൾ പെട്ടെന്ന് നമുക്ക് കരിച്ചെടുക്കാൻ സാധിക്കും.